പിന്നെന്താ? രാജ്യത്തിന്റെ നാനാഭാഗത്ത് നടന്ന കലാപങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു. നാട് നീളെ നടന്ന കലാപങ്ങളെപ്പറ്റി. ഭഗൽപൂര് കലാപം ഞാൻ അവതരിപ്പിക്കുമ്പോൾ, എന്റെ ശൈലിയിൽ ഞാൻ പറയുമ്പോൾ, ഭഗൽപൂര് കലാപത്തിൽ നടന്ന നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതും പൊട്ടക്കിണറ്റിൽ വെട്ടിമുറിക്കപ്പെട്ടവരുടെ ശവശരീരം കൊണ്ട് പൊട്ടക്കിണറ്റിൽ ഇട്ടതും, അതിൽ മാലിക്ക ബീഗം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി 2 കൈയും കാലും മുറിക്കപ്പെട്ടിട്ടും മരിക്കാതെ ദിവസങ്ങളോളം ആ കിണറ്റിൽ കിടന്നതും, ആ കിണറ്റിൽ കിടന്നുകൊണ്ട് അവർ നിലവിളിച്ചതും, ആ നിലവിളി ശബ്ദം കേട്ടിട്ട് ദിവസങ്ങൾക്ക് ശേഷം ആ മങ്ങിത്തുടങ്ങിയ ശബ്ദം കേട്ട് അവിടെ പോയി എത്തിയ ആളുകൾ ആ ശരീരം പുറത്തെടുത്തതും, 2 കൈയും കാലും മുറിക്കപ്പെട്ട ആ പൊന്നുമോള് മരിച്ചതും, അതുപോലെ എത്രയെത്രയോ ബലാത്സംഗത്തിന്റെ കഥകളും ഒക്കെ രാജ്യത്തിന്റെ നാനാഭാഗത്തും നടന്നപ്പോൾ ഞാൻ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. അലവിക്കുഞ്ഞു മൗലവി കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. കാട്ടൂർ അലി മൗലവി കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. അതുപോലെ സിറാജുന്നിസ എന്ന പാവപ്പെട്ട പെൺകുട്ടി വെടിയേറ്റ് മരിച്ചപ്പോൾ ഞാൻ അതിനെതിരെ ശക്തമായി ശബ്ദിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ നാനാഭാഗത്തും നടന്ന പല അക്രമ പ്രവർത്തനങ്ങളെ പറ്റിയും ഞാൻ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തീവ്രവാദിയാകുന്നതെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ അബ്ദുൽ നാസർ മൗലവി തീവ്രവാദിയായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാ. അത് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അത് തെറ്റാണോ? ഞാൻ ആരെയും കൊല്ലാൻ പറഞ്ഞില്ല, തല്ലാൻ പറഞ്ഞില്ല, ശവങ്ങൾ കുന്നുകൂട്ടാൻ പറഞ്ഞില്ല, അമ്പലങ്ങൾ തകർക്കാൻ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു മതവിശ്വാസിയെപ്പറ്റി മോശമായിട്ട് ഇന്നുവരെ എന്റെ പ്രസംഗത്തിൽ ഞാൻ ഇന്നുവരെ മഹാനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആക്ഷേപിച്ച് ഒരു വാക്ക് പറഞ്ഞതായി തെളിയിക്കാൻ പറ്റുമോ? ശ്രീകൃഷ്ണനെതിരെ ഒരു വാക്ക് പറഞ്ഞതായി തെളിയിക്കാൻ പറ്റുമോ? മഹാനായ ശ്രീ യേശുവിനെതിരെ ഒരക്ഷരമുരിയാടിയതായി തെളിയിക്കാൻ പറ്റുമോ? ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരിക്കലും എന്റെ പൊതുപ്രവർത്തന രംഗത്ത് ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നെ കോയമ്പത്തൂർ ജയിലിലാക്കി.